2015 ഫെബ്രുവരി 5-ന് പത്തനംതിട്ട റാന്നി പുല്ലൂപ്രം കൃഷ്ണകൃപ ബാലികാ സഹനത്തിലെ അന്തേവാസിയായിരുന്ന ബിരുദ വിദ്യാർത്ഥിനി അമ്പിളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ ആത്മഹത്യയാണെന്ന് വിശദീകരിച്ച് കേസ് അവസാനിപ്പിച്ചു. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തായതോടെയാണ് ക്രൂരമായ ശാരീരിക അതിക്രമത്തിന് അമ്പിളി ഇരയായിരുന്നതായി വ്യക്തമായത്. പോലീസ് ഇത് മറച്ചുവെച്ചുവെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ഈ അന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വെളിയിലുള്ള ഇതുപോലും ലാൽസി ബേബി എന്ന ആൾ നമ്മളോട് പറയുകയോ നമ്മുടെ കൂടെ വന്ന ഇവിടുന്ന് തന്നെ മെമ്പർ ഉണ്ടായിരുന്നു, അല്ലാതെ സാമൂഹിക പ്രവർത്തകർ, അവരോട് ആരോടും പറയാതെ ഇത് മറച്ചു വെച്ച് ഈ കേസ് ഇല്ലാതാക്കാനായിരുന്നു അവിടെ ശ്രമം നടന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോലീസ് സർജൻ ഡോക്ടർ കെ ശശികലയുടെ നേതൃത്വത്തിലാണ് അമ്പിളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. മൃതദേഹത്തിൽ 17 പരം മുറിവുകൾ ഉള്ളതായും രഹസ്യഭാഗങ്ങളിൽ മുറിവേറ്റിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിച്ചിരുന്നു, ഗർഭാശയത്തിൽ രക്തം കട്ടപിടിച്ചിരുന്നു തുടങ്ങിയ കണ്ടെത്തലുകളുമുണ്ട്. എന്നാൽ ബന്ധുവിനോട് പരാതിയില്ലെന്ന് എഴുതി വാങ്ങി പോലീസ് കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്ക് ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നുവെങ്കിലും ഈ റിപ്പോർട്ടിന് എന്ത് സംഭവിച്ചുവെന്നതിനും വ്യക്തതയില്ല. ബാലികാ സദനത്തിന്റെ നടത്തിപ്പുകാരന്റെ സ്വാധീനത്താലാണ് പോലീസ് കേസ് അട്ടിമറിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഇത്രയും ഒരു മൃഗീയമായ ഒരു രീതിയിൽ എൻ്റെ കുഞ്ഞിന് പറ്റിയ ആ ഒരു അവസ്ഥ അവിടെ, അതുപോലെ തന്നെ അനാഥരായ പിള്ളേർ വീണ്ടും അവിടെ ഉണ്ട്. അവർക്കിത് നാളെയാണെങ്കിലും ഉണ്ടാകരുത് എന്നുള്ളൊരു ഇതിലാണ് മെയിനായിട്ടും. അത് തന്നെയല്ല, ഇതിനകത്ത് സത്യം കണ്ടെത്തണം. പരാതിയെ തുടർന്ന് കേസിൽ തുടരന്വേഷണത്തിന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടിട്ടുണ്ട്. മീഡിയ 1 പത്തനംതിട്ട.